കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോര് പുതിയ തലത്തിലേക്ക്. വികസന വിഷയങ്ങളിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വി.ഡി. സതീശൻ രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പായി. മുഖ്യമന്ത്രി പറയുന്ന ഏത് സ്ഥലത്തും സമയത്തും സംവാദത്തിന് താൻ സജ്ജനാണെന്നും വെറും 24 മണിക്കൂർ മുമ്പ് അറിയിച്ചാൽ മതിയെന്നും സതീശൻ വ്യക്തമാക്കി. നിയമസഭയിൽ സർക്കാരിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ സതീശൻ ശക്തമായി തള്ളിക്കളഞ്ഞു. സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ അതിശക്തമായ നിലപാടുകളാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അഴിമതിയും വികസന മുരടിപ്പും സഭയിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം സർക്കാർ ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിലടക്കം പ്രതിപക്ഷം നടത്തിയ സമരങ്ങളെ സ്മരിച്ച സതീശൻ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. പദ്ധതി പ്രകാരം 4,43,000 വീടുകൾ പൂർത്തിയാക്കി എന്നത് സംബന്ധിച്ച കൃത്യമായ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നത് യമ്മണ്ടൻ നുണയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു. SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചപ്പോൾ അവരെ വർഗീയവാദികളായി ചിത്രീകരിച്ച CPIM ഇപ്പോൾ SDPIയുടെ നിലപാടിനെ കുറിച്ച് മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യമുള്ള നേതാവാണ് പിണറായി വിജയനെന്ന് സതീശൻ ആരോപിച്ചു. ഒരു വശത്ത് SDPIയുമായും മറുവശത്ത് RSSുമായും മുഖ്യമന്ത്രി ഡീൽ ഉറപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അധികാരത്തിന് വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നത് CPIMന്റെ ശൈലിയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. SDPIയുടെ വോട്ട് ഒരിടത്തും തങ്ങൾക്ക് വേണ്ടെന്നത് UDFന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് സതീശൻ ആവർത്തിച്ചു. മഞ്ചേശ്വരത്തടക്കം ഒരു മണ്ഡലത്തിലും അവരുടെ പിന്തുണ തേടിയില്ല. ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാട് UDF സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ മാറ്റമില്ല. എന്നാൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാടിലെ മാറ്റത്തെയും സതീശൻ പരിഹസിച്ചു. 2011 ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട പിണറായി വിജയൻ ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെ വെറും കുടുംബ പ്രശ്നമായി ചുരുക്കി കാണുകയാണ്. പഴയ നിലപാടുകൾ മുഖ്യമന്ത്രി സൗകര്യപൂർവ്വം മറന്നുവെന്നും ഇരട്ട താപ്പാണ് പിണറായിയുടെ മുഖമുദ്രയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻപ് ഇവരെയൊക്കെ കടലിലിട്ടാൽ കടൽ നാറുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സതീശൻ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം വന്നു എന്നും ഗണേഷ് കുമാറിനെ കൂടെ കൂട്ടിയപ്പോൾ കടൽ നാറുന്നില്ലേ എന്നും അദ്ദേഹം പരിഹാസ രൂപേണ ചോദിച്ചു. രാഷ്ട്രീയ ലാഭത്തിനായി ആരെയും കൂടെ കൂട്ടുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നതായും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചത്. സഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും അവിടെ മറുപടി നൽകിയാൽ അത് താങ്ങാൻ സതീശന് കഴിയില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. അടിയന്തര പ്രമേയങ്ങളിൽ നിന്ന് പോലും പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു എന്നാണ് പിണറായിയുടെ വാദം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാറായതോടെ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങൾ പ്രക്ഷുബ്ധമാകും. വികസനം, അഴിമതി, വർഗീയത തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ സംവാദം നടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു വലിയ രാഷ്ട്രീയ പ്രിവിലേജായി സംവാദത്തെ കാണുന്നുവെന്ന് സതീശൻ പറഞ്ഞതോടെ പന്ത് ഇനി മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്.